അതിനെനിക്ക് കഴിയുമോ ആമി? നിന്നെ വേദനിപ്പിച്ചതിൻ്റെ പേരിൽ ഓരോ നിമിഷവും ഉരുകിക്കഴിയുന്ന എനിക്ക് നിന്നെ വേദനിപ്പിക്കാനെന്നല്ല, നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴുന്നത് പോലും സഹിക്കില്ല. അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആമി. ഈ ലോകത്ത് മറ്റാരേക്കാളും ഞാൻ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും നിന്നെയാണ് ആമി. നിറഞ്ഞ കണ്ണുകളോട് ആമിയുടെ തോളിൽ മുഖമർത്തി പറയുമ്പോൾ സങ്കടം കൊണ്ട് അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘർഷത്തിനൊരു ശമനം വന്നതുപോലെ. അതിനനുസരിച്ച് അവളുടെ ഉള്ളിൽ അവൻ്റെ പിടിമുറുകി. അതേസമയം അവൻ്റെ വാക്കുകളിൽ അവളൊന്ന് പകച്ചുപോയി. എങ്കിലും അതേസമയം ആമിയിൽ എന്തെന്നില്ലാതെ സന്തോഷവും സങ്കടവും നിറഞ്ഞു നിന്നു. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ അവളുടെ തോളിൽ പതിഞ്ഞ കണ്ണുനീർ തുള്ളികളിൽ നിന്നാണ് അവൻ കരയുകയാണ് എന്ന് ആമിക്ക് മനസ്സിലാക്കി കൊടുത്തത്. അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘർഷം കണ്ണുനീരായി അവളിലേക്ക് പതിക്കുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതുപോലെ അവനെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു ആമി. പതിയെ അവൻ്റെ പുറത്ത് തലോടി കൊടുക്കുമ്പോൾ അവളുടെ ഉള്ളിലും ഒരു കുളിരുണ്ടായിരുന്നു. അവളോട് ചേർന്ന് നിൽക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന തൻ്റെ മനസ്സിൽ ഒരു മഴ പെയ്ത അനുഭൂതിയായിരുന്നു അവന്. കുറച്ചുനേരം രണ്ടുപേരും അതുപോലെ നിന്നു. യാദവിൻ്റെ പകുതി ഭാരവും തന്നിലായതുകൊണ്ട് ആമിക്ക് ചെറുതായി അസ്വസ്ഥത തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കാൽ ചെറുതായി ഇടറി. പുറകോട്ട് വീഴാൻ പോയ ആമിയെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇത്ര നേരം താൻ ആമിയിൽ ചാഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് അവൻ ഓർത്തത്. പെട്ടെന്ന് വെപ്രാളത്തോടെ അവളിൽ നിന്ന് പിടഞ്ഞു മാറിയ ഉടനെ ആമിയെ തന്നോട് ചേർത്ത് പിടിച്ച് വളരെ ശ്രദ്ധിച്ച് ബെഡിലിരുത്തിയിരുന്നു അവൻ. നീ ഓക്കെ അല്ലേ? ചെറുതായി കിതയ്ക്കുന്ന അവളെ തന്നോട് ചേർത്തുകൊണ്ട് ചോദിക്കുമ്പോൾ ഇത്ര നേരം ഉള്ളിൽ നിറഞ്ഞ സങ്കടത്തിനൊപ്പം അവളെക്കുറിച്ചുള്ള ആവലാതി മാത്രമായിരുന്നു അവനിൽ. നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കിയൊന്ന് മൂളിയതിനു ശേഷം ഒന്നും പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു അവൾ. ആമിയെ തന്നോട് ചേർത്ത് അവളുടെ പുറം തടവി കൊടുക്കുമ്പോൾ രണ്ടുപേരുടെ ഉള്ളും ശാന്തമായിരുന്നു. പരസ്പരം ഒന്ന് ചോദിക്കാനോ പറയാനോ തുനിയാതെ നിമിഷങ്ങൾ വീണ്ടും കടന്നുപോയി. ആമിയെ കണ്ട് താഴെ വന്നതിന് ശേഷം സേവ്യനൊരു സമാധാനവുമില്ല. സാധാരണ ദിവസങ്ങളിൽ ഭ്രാന്തെടുത്തതുപോലെ ആയിരിക്കും യദുവിൻ്റെ പ്രതികരണം. പക്ഷേ ആമി ആയതുകൊണ്ട് അവൻ കുറച്ച് സംയമനം പാലിക്കും. പക്ഷേ ആമി മുകളിലേക്ക് പോയി എത്ര നേരമായിട്ടും വിവരമൊന്നുമില്ലാതായതും അവൻ തൻ്റെ ടെൻഷൻ കൂടി വന്നു. പക്ഷേ മറ്റാരും മുറിയിലേക്ക് പോകുന്നത് യദുവിന് ഇഷ്ടമല്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൻ അവരുടെ മുറിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പടികൾ ഓരോന്നായി കയറി മുകളിലെത്തിയെങ്കിലും അവൻ്റെ മുറിയിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതായതും സേവ്യനകത്ത് എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ കൂടി. പതിയെ ശബ്ദമുണ്ടാക്കാതെ മുറിയുടെ കതക് തുറന്ന് നോക്കിയ സേവ്യറിൻ്റെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് വീഴുമെന്നുള്ള അവസ്ഥയിലാണ്. ശബ്ദമുണ്ടാക്കാതെ കതകടച്ച് താഴേക്ക് നടന്നു. അപ്പോഴും കുറച്ചു മുൻപ് കണ്ട മനോഹരമായ ചിത്രം മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതോർക്കെ വല്ലാത്ത സന്തോഷം വന്ന് പൊതിയുന്നത് പോലെ അവന് തോന്നി. ആമിയുടെ മടിയിൽ തലവെച്ചൊരു കൈകൊണ്ട് അവളുടെ വീർത്ത വയറിൽ തലോടിക്കൊണ്ട് കിടക്കുകയാണ് യാദവ്. അവൻ്റെ കണ്ണുകൾ അടച്ചിട്ടുണ്ട്. തൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന യാദവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ഹെഡ് റെസ്റ്റിനോട് ചാഞ്ഞിരിക്കുവാണ് ആമി. ഈ സമയം ഒരു കുളിർ കാറ്റ് അവരെ രണ്ടുപേരെയും തഴുകി കടന്നുപോയി. കുറച്ചു നേരത്തെ മയക്കത്തിന് ശേഷം യാദവ് കണ്ണു തുറക്കുമ്പോൾ തൻ്റെ നെറ്റിയിൽ കൈവച്ച് ബെഡ് റെസ്റ്റിനോട് ചേർന്ന് കിടന്നുറങ്ങുവാണ്. നിഷ്കളങ്കമായി ആയിരുന്നു ഉറങ്ങിയതെന്ന്. ആമിയെ നോക്കിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടമർത്തിയതിനു ശേഷം അവളുടെ ഉറക്കം നഷ്ടപ്പെടുത്താതെ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് അവൻ പടികളിറങ്ങി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാവുന്നത് കൊണ്ട് തന്നെ കാളിയാർ മഠം രാവിലെ മുതലേ ശാന്തമാണ്. ആർക്കും ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്തതുപോലെ. ഇന്നത്തെ ദിവസം യദു ആ മുറിക്ക് പുറത്ത് പോലും ഇറങ്ങില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചില വേദനകൾ അവൻ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് ആരും അവനെ ശല്യം ചെയ്യാറില്ല. ഇനി ആരെങ്കിലും ആ മുറിയിലേക്ക് കടന്നു പോയാൽ തന്നെ അവൻ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് ആർക്കും പറയാനും സാധിക്കില്ല. അന്ന് ഇതുപോലെ ഒരു ദിവസം യാദവിൻ്റെ മുറിയിലേക്ക് പോയി മദ്യപിക്കുന്ന അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച സേവ്യറിനെ ഒരു ഭ്രാന്തനെ പോലെ പിടിച്ച് പുറത്തേക്ക് തള്ളി യദുവിനെ ഇന്നും അവർക്ക് ഓർമ്മയുണ്ട്. ശാന്തമായ സെക്കൻഡ് ഫ്ലോറിലെ മെയിൻ ബാൽക്കണിയിലിരുന്ന് പത്രം വായിക്കുന്ന മുത്തശ്ശൻ്റെ അടുത്ത് 3 ചെറിയച്ഛന്മാരുമുണ്ട്. എല്ലാവരും ചേർന്ന് ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാണ്. ഇടക്കതുപോലെ ആ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അവരൊന്നിച്ചതുപോലെ ഇരിക്കാറുണ്ട്. എന്നാൽ പെട്ടെന്നാണ് മുകളിലത്തെ നിലയിൽ നിന്നും ആരോ പടികൾ ഇറങ്ങി വരുന്ന ശബ്ദം അവരുടെ കാതിലേക്ക് വന്ന് പതിക്കുന്നത്. ഒരേ നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി.
എന്നാൽ ആമിയെ കൈകളിൽ കോരിയെടുത്ത് സാവധാനത്തിൽ പടികൾ ഇറങ്ങി വരുന്ന യാദവിനെ കണ്ടപ്പോൾ ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഭയന്നു. ഇനി യദുവിൻ്റെ മുറിയിലേക്ക് ആമി പോയപ്പോൾ അന്ന് സേവ്യറിനോട് പെരുമാറിയതുപോലെ പെരുമാറിയോ എന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഒട്ടും ചിന്തിക്കാതെ ജിതൻ ചെറിയച്ഛൻ യാദവിൻ്റെ അടുത്തേക്ക് പോയി. യദു, ആമിക്ക് എന്താ പറ്റിയത്? തന്നെ നോക്കി ടെൻഷനോടെ ചോദിക്കുന്ന ചെറിയച്ഛനെ കണ്ടപ്പോൾ തന്നെ അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് എന്താണെന്ന് അവന് ഊഹിക്കാൻ കഴിയുമായിരുന്നു. മുകളിലെ മുറിയിൽ കിടന്നുറങ്ങിപ്പോയതാ. ആമിയെ ബെഡിലേക്ക് കിടത്തിയതിനു ശേഷം യദുവും ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് കിടന്നു. ആമിയെ തന്നോട് ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ ഇതുവരെ തൻ്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ ഇരുട്ടിൽ പ്രകാശം വന്ന് പതിച്ചതുപോലെ പിന്നെയും ആമിയോട് ചേർന്ന് കിടക്കുമ്പോഴാണ് യദുവിൻ്റെ കണ്ണ് ക്ലോക്കിലേക്ക് പോകുന്നത്. സമയം 1 കഴിഞ്ഞു. രാവിലെ 10 മണി. തൻ്റെ അടുത്തേക്ക് വന്നതാണ് ആമി. പിന്നെ ഇതുവരെ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. അതോർക്കെ അവൻ അവളോട് ഒരേ സമയം വാത്സല്യവും ചെറിയ ദേഷ്യവും തോന്നി. പിന്നെ വേഗം ആമിയെ വിളിച്ചുണർത്തി തോളിൽ തട്ടിക്കൊണ്ടുള്ള യാദവിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ആമി കണ്ണു തുറന്നത്. എത്ര നേരമായി ഉറങ്ങുന്നു? എഴുന്നേറ്റ് ഫ്രഷാക്, എന്നിട്ടെന്തെങ്കിലും കഴിക്ക്. അവളെ നോക്കി ഗൗരവത്തിൽ പറയുന്നതിൻ്റെ കൂടെ ആമിയെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാനും അവൻ മറന്നില്ല. അവൻ തന്നെ അവളുടെ കൈപ്പിടിച്ച് ബാത്റൂമിലേക്ക് ആക്കിക്കൊടുത്തു. പിന്നെ ആമിക്ക് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്തു കൊടുത്തു. പിന്നെ അവനും ഒന്ന് മുഖം കഴുകിയതിനു ശേഷം കിച്ചണിലേക്ക് പോയി. താഴെ ഹാളിലിരിക്കുന്ന ചെറിയച്ഛന്മാരുടെയും മുത്തശ്ശൻ്റെയും മനസ്സ് നിറയെ കുറച്ചു മുൻപ് കണ്ട ചിത്രമായിരുന്നു ആമിയെ ബെഡിലേക്ക് കിടത്തി അവളോട് ചേർന്ന് കിടക്കുന്ന യാദവ്. അപ്പോഴാണ് പടികൾ ഇറങ്ങുന്നവരിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയത്. ആരെയും നോക്കാതെ വേഗം താഴേക്കിറങ്ങി അവന് നേരെ അടുക്കളയിലേക്ക് പോയി. ചെറിയച്ഛന്മാരും മുത്തശ്ശനും അടുക്കളയിലേക്ക് പോകുന്ന യാദവിനെ കണ്ടതും അവന് പുറകെ പോയി. എന്നാൽ അവൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആരെയും മൈൻഡ് പോലും ചെയ്യാതെ ഫ്രിഡ്ജിൽ നിന്ന് ഓറഞ്ച് എടുത്ത് അത് പിഴിഞ്ഞ് ജ്യൂസ് എടുത്തു. പിന്നെ വേഗം ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ജ്യൂസ് പകർത്ത് തിരിഞ്ഞു നടക്കുമ്പോൾ ചെറിയമ്മമാരും എന്തോ അത്ഭുതം കണ്ടതുപോലെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഷവറിനടിയിൽ നിൽക്കുമ്പോൾ ആമിയുടെ മനസ്സ് നിറയെ യാദവായിരുന്നു. അവൻ്റെ വാക്കുകളും പ്രവൃത്തികളുമായിരുന്നു. വീർത്തുന്തിയ തൻ്റെ വയറിലൂടെ ആ തണുത്ത വെള്ളം കടന്നു പോകുമ്പോൾ അവളുടെ ഇരു കൈകളും വാത്സല്യത്തോടെ അവിടെ തലോടി. കണ്ണുകൾ അടച്ച് ആ തുടിപ്പുകളുടെ ചലനം ആസ്വദിക്കുമ്പോൾ താനും യാദവും കുഞ്ഞുങ്ങളും ഒന്നിച്ചുള്ളൊരു ജീവിതം അവൾ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. ജ്യൂസുമായി മുറിയിലെത്തിയിട്ടും ബാത്റൂമിൽ നിന്ന് ആമി പുറത്തേക്ക് വരാതായപ്പോൾ യാദവിന് ചെറുതായി ടെൻഷനായി തുടങ്ങി. ആമി. ഡോറിൽ തട്ടിക്കൊണ്ടുള്ള യാദവിൻ്റെ വിളി കേട്ടപ്പോഴാണ് ആമി കണ്ണു തുറക്കുന്നത്. ദാ വരുന്നു എന്ന് വിളിച്ചു പറയുന്നതിൻ്റെ കൂടെ ഷവർ ഓഫ് ചെയ്യാനും അവൾ മറന്നില്ല. വേഗം തനിക്ക് അവൻ എടുത്തു വെച്ച് വസ്ത്രം ധരിച്ച് പുറത്തേക്ക് വരുമ്പോൾ അവൾക്കുള്ള ജ്യൂസ് ടേബിളിൽ വെച്ച് എന്തോ നോക്കി നിൽക്കുന്നവനെയാണ് അവൾ കാണുന്നത്. ഗൗരവം നിറഞ്ഞ അവൻ്റെ ഭാഗത്തിൽ നിന്നും തന്നെ എന്തോ ഓഫീസ് വിഷയമാണെന്ന് അവൾ ഉറപ്പിച്ചു. എന്നാൽ ടെൻഷനോടെ യാദവ് ഫോൺ താഴെ വെച്ച് തിരിഞ്ഞതും കാണുന്നത് അവനെ നോക്കി നിൽക്കുന്ന ആമിയെയാണ്. ഉടനെ അവളെ വേഗം സോഫയിലിരുത്തി അവൾക്കുള്ള ജ്യൂസ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഇത് വേഗം കുടിക്ക്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് വേഗം ഒരു ടവലും എടുത്ത് അവൻ ബാത്റൂമിലേക്ക് പോയി. അപ്പോഴും ആ മുറിക്ക് അവളുടെ കണ്ണുകൾ സഞ്ചരിക്കുകയായിരുന്നു. വേഗം കുളിച്ച് യാദവ് പുറത്തേക്ക് വരുമ്പോൾ ആമി ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ആമിയെ തൻ്റെ പിന്നിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ടതും തിരിഞ്ഞു നോക്കി. എന്നാൽ അപ്പോഴേക്കും യാദവ് പുറകിൽ നിന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. തനിക്കത്രയേറെ പരിചിതമായ ആ ഗന്ധം തൻ്റെ മൂക്കിലേക്ക് തുളച്ച് കയറിയതും തൻ്റെ മുഴുവൻ ഭാരവും അവനിലേക്ക് കൊടുത്തുകൊണ്ട് ആ നെഞ്ചിലേക്ക് ആമി ചാരി നിന്നു. കുറച്ച് നിമിഷം കൂടെ അതേ നിൽപ്പ് നിന്നതിനു ശേഷം യാദവ് തന്നെ ആമിയെ ചേർത്ത് പിടിച്ച് ബാൽക്കണിയിലുള്ള ചെയറിലേക്ക് ഇരുത്തി. അപ്പോഴും അവൻ്റെ ഭാവങ്ങളും പെരുമാറ്റവും നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു അവൾ. എന്നാൽ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം യാദവ് തൻ്റെ കൈകൊണ്ട് അവൾ ധരിച്ചിരുന്ന ടീഷർട്ട് പൂർണ്ണമായി അവളിൽ നിന്ന് ഉയർത്തിയിരുന്നു. എന്നിട്ട് തന്നെ നോക്കി നിൽക്കുന്ന ആമിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വലുതായി വീർത്തിരിക്കുന്ന ആ വയറിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു, അത്യധികം വാത്സല്യത്തോടെ. ആ നിമിഷം അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി അവളുടെ വയറിലേക്ക് പതിച്ചു. ഒരു നിമിഷം അവൻ്റെ കണ്ണുനീര് അവളുടെ വയറ് വന്ന് പതിച്ചതും ആമി ഒന്ന് പതറിയിരുന്നു. തൻ്റെ വയറോട് മുഖം ചേർത്ത് കിടക്കുന്ന യാദവിൻ്റെ ചുണ്ടുകൾ പലയാവർത്തി അവളുടെ ഉദരത്തിൽ ചുംബനം നൽകുന്നത്, തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തുടിപ്പറിയുന്നതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. അവളുടെ കൈകൾ അവൻ്റെ മുടിയിടയിലൂടെ കടന്നുപോയി അവിടമാകെ തലോടി. അവനെ തന്നോട് ചേർത്ത് പിടിച്ചു.
ഇതേ സമയം ഇത്രയും നാളും ഉറങ്ങിക്കിടക്കുന്ന ആമയുടെ വയറിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ സാമീപ്യം അറിയാൻ വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്ന യാദവിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തനിക്ക് ലഭിച്ച ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു. ഇന്ന് തനിക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ തൊടാം, തലോടാം, അവർക്ക് ചുംബനങ്ങൾ നൽകാം. അവൻ്റെ കണ്ണുകളിൽ ഒരച്ഛൻ്റെ വാത്സല്യം തുളുമ്പി. അത് കണ്ണുനീരായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. തൻ്റെ വയറിൽ മുഖമർത്തി കരയുന്നവനെ ആമി വാത്സല്യത്തോടെ നോക്കി. ഇത്ര നാളും താൻ അവനെ നിഷേധിച്ച തങ്ങളുടെ തുടിപ്പിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുകയാണ് അവന് എന്ന് അവൾക്കറിയാമായിരുന്നു. പതിയെ അവൻ്റെ തലയിൽ കൈകൾ ചേർത്ത് വെച്ച് അവൻ്റെ മുഖം പിടിച്ചുയർത്തുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കുന്ന യാദവിനെയാണ് ആമി കാണുന്നത്. തൻ്റെ വലത്തെ കൈകൊണ്ട് അവൻ്റെ കണ്ണുനീരൊപ്പി ആ നിറഞ്ഞ കണ്ണുകളിൽ തൻ്റെ ചുണ്ടമർത്തുമ്പോൾ അവളുടെ ഉള്ളിൽ അവനോടുള്ള അടങ്ങാത്ത പ്രണയം തിരതള്ളി. തൻ്റെ നെറ്റിയിൽ പ്രണയത്തോടെ ചുംബിച്ചവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ അവളോട് ചോദിച്ചു, ഞാൻ നിന്നോട് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും നിന്നെ വേദനിപ്പിച്ചിട്ടും നിനക്കെന്നെ എങ്ങനെ പ്രണയിക്കാൻ കഴിയുന്നത്? അത് അവളോട് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. യാദവിൻ്റെ ചോദ്യത്തിൽ മിഴികൾ ഉയർത്തി നോക്കി ആമി കാണുന്നത് ഉത്തരം അറിയാൻ വേണ്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെയാണ്. തൻ്റെ മറുപടി അറിയാനുള്ള അവൻ്റെ ആകാംക്ഷ മനസ്സിലാക്കിക്കൊണ്ട് ആമി തൻ്റെ മറുപടി പറഞ്ഞു തുടങ്ങി. എനിക്ക് വെറുപ്പായിരുന്നു നിങ്ങളോട്, തീർത്താൽ തീരാത്ത പക. പെട്ടെന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്ന് എൻ്റെ ജീവിതം തകർത്ത് എൻ്റെ കുടുംബം ഇല്ലാതാക്കിയ, എൻ്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കിയ നിങ്ങളെ കൊല്ലാൻ തോന്നിയിരുന്നു എനിക്ക്. എന്നാൽ എല്ലാത്തിനും കാരണം എൻ്റെ അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനേക്കാളെല്ലാം എൻ്റെ അച്ഛൻ്റെ പ്രവൃത്തി കാരണം നിങ്ങൾ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും അറിഞ്ഞപ്പോൾ ആ പക എന്നിൽ നിന്ന് ഇല്ലാതായി. പക്ഷേ അപ്പോഴും എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിരുന്നു. പതിയെ ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് എൻ്റെ ദേഷ്യത്തിൻ്റെ ആഴം കുറഞ്ഞു വന്നു. അപ്പോഴും എനിക്ക് നിങ്ങളോട് ഒരു തരി പോലും ഇഷ്ടം തോന്നിയില്ല. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ലച്ചു നിങ്ങൾ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതായി എന്ന് പറഞ്ഞ നിമിഷം ഞാൻ ആകെ മരവിച്ചതുപോലെയായിരുന്നു. ഒരു നിമിഷം അവളുടെ വാക്കുകൾ ഇടറി, കണ്ണുകൾ നിറഞ്ഞു. അതുവരെ അവളെ ശ്രദ്ധിച്ചു നിന്ന യാദവിന് അത് മനസ്സിലായി. അവൾ എന്നെ ഓരോന്ന് പറഞ്ഞു നോവിക്കുമ്പോഴും എൻ്റെ മനസ്സ് നിറയെ നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് പൊട്ടിക്കരയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അത്രയ്ക്ക് ഞാൻ മാനസികമായി തകർന്നു പോയിരുന്നു. അന്നവരെന്നെ വീടിന് പുറത്തേക്ക് ഇറക്കി വിടുമ്പോൾ അന്നാദ്യമായി ഇരുട്ടിന് മുൻപിൽ ഞാൻ പകച്ചു നിന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി, കാളിയാർ മഠത്തിൽ ആഗ്നേയ യാദവില്ലെങ്കിൽ ആമി അനാഥയാണെന്ന്, എനിക്കാരും ഉണ്ടാവില്ലെന്ന്. ആ അവസ്ഥ, കണ്ണുകൾ അടച്ചു തങ്ങി നിൽക്കുന്ന കണ്ണുനീരിനെ സ്വതന്ത്രമാക്കിക്കൊണ്ട് ആമി പറഞ്ഞു തുടങ്ങി. ഒറ്റപ്പെട്ടതുപോലെ, അനാഥയായതുപോലെ. അന്നവരെന്നെ കൊല്ലാൻ വന്നപ്പോൾ മരിക്കാൻ എനിക്ക് ഭയമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തപ്പോൾ ജീവിക്കാൻ കൊതി തോന്നി. പക്ഷേ ബോധം മറഞ്ഞു വീഴുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നവരെ കണ്ട് ഭയന്ന് ഞാൻ നിങ്ങളെ അടുത്ത് കണ്ടപ്പോഴാണ് സമാധാനത്തോടെ ശ്വാസമെടുക്കുന്നത്. എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് എൻ്റെ മുൻപിൽ വെച്ച് നിങ്ങളുടെ ആ വലിയ മുറിവിൽ ഡോക്ടർ സ്റ്റിച്ചിടുമ്പോഴാണ് അത്ര വലിയ വേദന സഹിച്ചാണ് നിങ്ങൾ എനിക്ക് വേണ്ടി അവരോട് പോരാടിയത് എന്ന് ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം വന്നു നിറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വില്ലയിലേക്ക് കൊണ്ടുപോയപ്പോഴും എൻ്റെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞു ചെയ്തു തന്നപ്പോഴും നിങ്ങളോട് എൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന ഇഷ്ടം മറക്കാൻ ഞാൻ വീണ്ടും ഗൗരവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു. എന്നാൽ അന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ഉടനെ എന്നെ സ്വതന്ത്രമാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിലെ ഇഷ്ടം പുറത്തു വന്നു. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ് എൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള പ്രണയം. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോഴും നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിച്ചു തുടങ്ങി. ഒരു ചെറുചിരിയോടെ ആമി അത് പറഞ്ഞു നിർത്തുമ്പോൾ ആമി അവനെ നോക്കിയപ്പോൾ കണ്ണുകൾ തന്നെ നിറഞ്ഞ് കണ്ണുകളോടെ നോക്കി നിൽക്കുന്നവനെയാണ് കണ്ടത്. അവനെ നോക്കി ഒന്ന് ചിരിച്ചതിനു ശേഷം യാദവിനടുത്തേക്ക് കുനിഞ്ഞ് അവൻ്റെ നെറുകയിൽ ചുംബിച്ചിരുന്നു ആമി. കണ്ണുകളടച്ച് അവളുടെ ചുംബനം അവൻ സ്വീകരിക്കുമ്പോൾ കണ്ണുകളുടെ കൂടെ അവൻ്റെ മനസ്സും നിറഞ്ഞിരുന്നു. ആമിയുടെ കൈപിടിച്ച് അവളെ പതിയെ എഴുന്നേൽപ്പിച്ച് മിററിന് മുൻപിൽ നിർത്തുമ്പോൾ എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ അവൾക്കും ആകാംക്ഷ കൂടുതലായിരുന്നു. എന്നാൽ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് യാദവ് അവൻ്റെ കബോർഡ് തുറന്നു. അതിൽ നിന്നൊരു സിന്ദൂര ചെപ്പ് പുറത്തേക്കെടുത്തു. ഒന്നും ചിന്തിക്കാതെ ആമിയുടെ നെറ്റിയിലേക്ക് അത് ചാർത്തുമ്പോൾ ആമിയുടെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി നിലത്തേക്ക് പതിച്ചു. ആ കണ്ണുനീര് തൻ്റെ കൈകൾ കൊണ്ട് തുടച്ചു നീക്കി. ആ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിലും അവളോടുള്ള പ്രണയമായിരുന്നു. കുറച്ചു മുൻപ് മുറിയിലേക്ക് പോയ യാദവിനെയും ആമിയെയും കുറിച്ച് ആലോചിച്ചിരിക്കുവാണ് എല്ലാവരും.
സേവ്യർ പറഞ്ഞതും യാദവിൻ്റെ പ്രവൃത്തിയും കണ്ടപ്പോൾ തന്നെ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായതാണ്. പക്ഷേ അപ്പോഴും മനസ്സിനെന്തോ ഒരു വല്ലാത്ത ആദി. എന്നാൽ കുറച്ചു നേരത്തിനു ശേഷം ആമിയുടെ കൈപിടിച്ച് പടികൾ ഇറങ്ങി വരുന്ന യാദവിനെ കണ്ടതും അവരുടെ കണ്ണുകൾ അവരിലേക്ക് പോയി. അതുവരെ അവിടെ ഇരുന്ന് ലച്ചു എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി നിന്നു. ഇതിനു മുൻപും ഇങ്ങനെയുള്ള കാഴ്ച കണ്ടിട്ടുണ്ട് എങ്കിലും അന്നൊന്നും അവരുടെ ചുണ്ടുകളിൽ പുഞ്ചിരി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പുഞ്ചിരി മാത്രമല്ല, രണ്ടു പേരുടെ കണ്ണിലും തിളക്കവുമുണ്ട്. അതിൽ കൂടുതലും തിളങ്ങുന്നത് യാദവിൻ്റെ കണ്ണുകളാണ്. പക്ഷേ അപ്പോഴും അവിടെ പുഞ്ചിരി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പതിവ് ആറ്റിറ്റ്യൂഡിട്ടാണ് ആ വരവ്. ഒരു ഗജവീരൻ്റെ പ്രൗഢിയോടെ, തലയെടുപ്പോടെ. അതിന് പകിട്ടേക്കാൻ എന്നതുപോലെ അവനോട് ചേർന്ന് ആമിയും. എന്നാൽ അവളുടെ സിന്ദൂര രേഖയിൽ കാണുന്ന സിന്ദൂരം, അതിലേക്കായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. യാദവിനു വേണ്ടി അവൾ തൻ്റെ സീമന്ത രേഖയിൽ ചാർത്തിയ സിന്ദൂരം അവൾക്ക് വല്ലാത്ത ഭംഗി നൽകുന്നത് പോലെ. മനസ്സ് നിറഞ്ഞു ഓരോരുത്തരും ആ കാഴ്ച നോക്കി നിന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യദു ആമിയുടെ കൈ പിടിച്ച് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. ഒപ്പം ആമി തന്നെ എല്ലാവരെയും വിളിച്ച് ഡൈനിങ് ടേബിളിലേക്ക് ഇരുത്തി. അന്ന് വർഷങ്ങൾക്ക് ശേഷം യാദവ് കാളിയാർ മഠത്തിലെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അല്ലെങ്കിൽ അവൻ്റെ മുറിയിലോ അതുമല്ലെങ്കിൽ പുറത്തു നിന്നോ കഴിക്കുന്നവൻ അവർക്കൊപ്പം ഇരുന്നപ്പോൾ എല്ലാവർക്കും അത് സന്തോഷമായിരുന്നു. ആരോടും സംസാരിക്കാനും ചിരിക്കാനും ഒന്നും നിന്നില്ല എങ്കിലും അവൻ്റെ സാമീപ്യം തന്നെ അവർക്ക് വലുതായിരുന്നു. അവന് കഴിച്ചു കഴിഞ്ഞിട്ടും ആമിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾക്ക് ഓരോന്ന് വിളമ്പിക്കൊടുത്ത് അടുത്ത് തന്നെ ഇരുന്ന് കഴിപ്പിക്കുന്ന യദുവിനെ അവർ സന്തോഷത്തോടെ നോക്കി നിന്നു. ഭക്ഷണം കഴിഞ്ഞ് ആമിയെ കൊണ്ട് പടികൾ നടന്ന് കയറ്റി അവന് മുറിയിലേക്ക് പോയി. മുകളിലത്തെ നിലയിലെത്തിയപ്പോൾ തന്നെ അവൾ കിതച്ചു തുടങ്ങിയിരുന്നു. നടുവിനെ കൈ കൊടുത്ത് നിന്ന് കിതക്കുമ്പോൾ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ യാദവിൻ്റെ നെഞ്ചിലേക്ക് അവൾ ചേർന്നു നിന്നു. ആമിയെ മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിൽ കിടത്തിയതിനു ശേഷം അവളുടെ കാൽ സാവധാനം പിടിച്ചു കൊടുക്കുമ്പോൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആമി. ഇടയ്ക്ക് ഫോണിൽ ആരോടോ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും മുഖത്ത് ഗൗരവമാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാത്തവരെ ശ്രദ്ധിച്ച് അവളുടെ കാൽ പിടിച്ചു കൊടുക്കുവാണവൻ. കോൾ കട്ട് ചെയ്ത് തല ഉയർത്തി നോക്കിയ ഏതു കാണുന്നത് അവനെ തന്നെ നോക്കിയിരിക്കുന്ന ആമിയെയാണ്. അവളെ നോക്കി എന്താണെന്ന് പുരികമുയർത്തി ചോദിച്ചതും അവനെ നോക്കി ഒന്ന് ചിരിച്ചു ആമി. പിന്നെ രണ്ട് കൈകളും അവന് നേരെ നീട്ടി അവനെ തന്നിലേക്ക് ക്ഷണിച്ചു. അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ശ്രദ്ധിച്ച് അവളുടെ കാൽ ബെഡിലേക്ക് വെച്ചതിനു ശേഷം യാദവ് ആമിയുടെ അടുത്തേക്കിരുന്നു. ഉടനെ ആമി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് അവളെ ഒരു കൈ കൊണ്ട് തന്നോട് ചേർത്ത് പിടിച്ച് ഒരു കൈ കൊണ്ട് ഫോണിൽ നോക്കിയിരിക്കുവാണ് ആമി. എന്നാൽ അതിഷ്ടപ്പെടാത്തതുപോലെ അവനിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു. ആമിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു നീക്കമുണ്ടായതും യാദവ് അവളെ ഗൗരവത്തിലൊന്ന് നോക്കി. നിങ്ങളെന്തിനാ എപ്പോഴും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? അവനെ നോക്കി ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ആമിയെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിന്നു അവൻ. സന്തോഷം നഷ്ടപ്പെട്ടവന് ചിരിക്കാൻ അറിയില്ല ആമി. കാരണം ആ ചിരി പോലും അവന് മറന്നു പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവൻ ചിരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ആ നിമിഷം മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേദനയിലായിരുന്നു അവളുടെ ശ്രദ്ധ. തൻ്റെ വലത്തെ കൈകൊണ്ട് അവനെ ചേർത്ത് വെച്ച് ആ നെഞ്ചിലേക്ക് ചായുമ്പോൾ ഇനി ഏത് വേദനയിലും ഒറ്റപ്പെടാൻ അനുവദിക്കാതെ ഞാനുണ്ടാകും കൂടെ എന്ന് പറയാതെ പറയുകയായിരുന്നു അവൾ. അത് മനസ്സിലാക്കിയതുപോലെ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ആ മൂർത്താവിൽ ചുംബിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. യദുവേട്ടാ, അവൻ്റെ നെഞ്ചിൽ തല ചേർത്തിരിക്കുമ്പോൾ അത്യധികം പ്രണയത്തോടെ അവനെ വിളിച്ചിരുന്നു അവൾ. അവളുടെ യദുവേട്ട എന്നുള്ള വിളി കേട്ട് തൻ്റെ ഹൃദയത്തിലേക്കൊരു തണുപ്പ് പടരുന്നത് അവൻ അറിഞ്ഞു. അതുകൊണ്ടാകാം അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ച് അവൻ മറുപടിയായി മൂളിയത്. നമുക്ക് എന്ത് കുഞ്ഞുങ്ങളായിരിക്കും ജനിക്കുന്നത്? ആൺകുഞ്ഞായിരിക്കുമോ അതോ പെൺകുഞ്ഞായിരിക്കുമോ? യാദവിനെ നോക്കിക്കൊണ്ട് ആമി ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ അതുവരെ വിഷാദം നിറഞ്ഞു നിന്ന് അവൻ്റെ കണ്ണുകൾ സെക്കൻഡുകൾ കൊണ്ട് വിടരുന്നു. ആമി നോക്കി നിന്നു. ഒപ്പം അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞതുപോലെ. നമുക്ക് പെൺകുഞ്ഞായിരിക്കും ആമി. രണ്ടും പെൺകുഞ്ഞല്ലെങ്കിലും ഒരു പെൺകുഞ്ഞെങ്കിലും ആയിരിക്കും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. പെൺകുഞ്ഞാവുമ്പോൾ കാലിൽ കൊലുസൊക്കെ ഇട്ട് നെറ്റിയിൽ പൊട്ടുവെച്ച് കമ്മലും മാലയും ഇട്ട് കാണാൻ തന്നെ മഹാലക്ഷ്മിയെ പോലെ ഉണ്ടാകും. ഈ വീട് മുഴുവൻ അവൾ ഓടിക്കളിക്കും. അവളുടെ ചിരിയും കൊലുസിൻ്റെ ശബ്ദവും ഈ വീട് മുഴുവൻ മുഴങ്ങി കേൾക്കണം. അപ്പോഴാമി നമ്മുടെ കുടുംബം പൂർണ്ണമാകുന്നത്. കണ്ണുകൾ വിടർത്തി ചെറുചിരിയോടെ പറയുന്നവനെ അവൾ കണ്ണുകൾ വിടർത്തി നോക്കി നിന്നു. അത്രയും ഇഷ്ടമാണോ പെൺകുഞ്ഞിനെ? അവൻ്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ആമി അറിയാതെ ചോദിച്ചു പോയതാണ്.
എന്നാൽ ഉടനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആമിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു അവൻ. വാ, കാണിച്ചു തരാം. പറയുന്നതിൻ്റെ കൂടെ ആമിയുടെ കൈ പിടിച്ച് അവൻ കൂട്ടിക്കൊണ്ടു പോയത് അവൻ്റെ ഓഫീസ് മുറിയിലേക്കാണ്. എന്നാൽ അതിൻ്റെ കതക് തുറന്നതും ഉള്ളിലെ കാഴ്ച കണ്ട് ആമിയുടെ കണ്ണുകൾ വിടർന്നു. ഒരു പെൺകുഞ്ഞ് ജനിച്ചതു മുതൽ അവൾക്ക് 2 വയസ്സുവരെ കളിക്കാനുള്ളതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. ആ മുറിയിൽ പല നിറത്തിലുള്ള ബാർബി ഡോളും ടെഡിയും കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. പോരാത്തിന് ഡ്രസ്സും ക്ലിപ്പും ഹെയർ ബാൻഡും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടിൽ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും ആ മുറി മുഴുവൻ അവൻ വാങ്ങി നിറച്ചിട്ടുണ്ട്. ഇത്രയും? ആമി പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുൻപ് അവൾക്കുള്ള മറുപടി വന്നിരുന്നു. ഞാനൊരച്ഛനാകാൻ പോകുന്നു എന്നറിഞ്ഞ അന്ന് മുതൽ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചതാണിതെല്ലാം. ഇനി വാങ്ങിക്കൂട്ടണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വേണ്ട. ഇനി എൻ്റെ രാജകുമാരി വന്നിട്ട് മതി. പറയുന്നതിൻ്റെ ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ വയറിനെ പൊതിഞ്ഞിരുന്നു. ആൺകുഞ്ഞുങ്ങളാണ് ജനിക്കുന്നതെങ്കിലോ? അവനെ നോക്കി ആമി ചോദിക്കുമ്പോൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ മറുപടി കൊടുത്തു. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരാളെങ്കിലും പെൺകുഞ്ഞായിരിക്കും ആമി. എന്തോ എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. നമുക്ക് പെൺകുഞ്ഞു മതി ആമി. അവളെ തന്നോട് ചേർത്ത് പിടിച്ച് പറയുമ്പോൾ ആമി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. അന്നൊരു ദിവസം ബീച്ചിൽ പോയപ്പോൾ അവിടെ തിരമാലയിൽ അച്ഛൻ്റെ കൈ പിടിച്ച് ഓടിക്കളിച്ചുകൊണ്ടിരുന്ന് ഒരു കുഞ്ഞിനെ കണ്ണെടുക്കാതെ ഇത് നോക്കി നിൽക്കുന്നത് അവൾ കണ്ടിരുന്നു. അന്ന് ആ കണ്ണുകളിൽ വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. ഇപ്പം പെൺകുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അതേ തിളക്കമുണ്ട്. പിന്നെയും ആമി തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ച് വാ തോരാതെ ഓരോന്ന് പറയുമ്പോൾ തനിക്ക് ജനിക്കാൻ പോകുന്ന പെൺകുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു ആ മനസ്സ് നിറയെ. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. പരസ്പരം ആമിയും യദുവും മനസ്സറിഞ്ഞ് സ്നേഹിച്ചു. ഈ ദിവസങ്ങളിലെല്ലാം യദുവിൻ്റെ പുതിയ ഭാവങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുമായിരുന്നു കാളിയാർ മഠം. ആമിയോട് ചിരിച്ചും വാതോരാതെ സംസാരിക്കുന്ന യദുവിനെ എല്ലാവരും അത്ഭുതത്തോടെയും സ്നേഹത്തോടെയും നോക്കി നിന്നു. ഇന്നാണ് ആമിക്ക് ഡോക്ടറിനെ കാണേണ്ട ദിവസം. ചിലപ്പോൾ ഇന്ന് തന്നെ അഡ്മിറ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ആമിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലെങ്കിലും കാലത്ത് മുതൽ യാദവാകെ ടെൻഷനിലാണ്. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ. പക്ഷേ ഉള്ളിൽ വല്ലാത്ത ഭയം. എന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നത് പോലെ.